നമ്മുടെ വൈസ്മെൻസ് ക്ലബിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ വൈസ്മെൻ ബെന്നി ബിബി, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പാസ്റ്റ് ICM ബാബു സാറ്, വേദിയിലും സദസ്സിലുമുള്ള വൈസ്മെൻ കുടുംബാംഗങ്ങളെ, വൈസ്മെൻ കോതമംഗലത്തിന്റെ 25-26 വർഷത്തെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ സെറമണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ടീമംഗങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ചുമതലയാണ് എന്നിൽ കർത്തവ്യമായിരിക്കുന്നത്. ഈ ടീമംഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണോ ഞാനെന്ന് ചോദിച്ചാൽ ഞാൻ ആ അഹങ്കാരത്തോടെ എന്നെ പറയാം, ഞാൻ ആ സംഗതി പിടിച്ചു മേടിച്ചതാണ്. മൈക്ക് ഒന്ന് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചോദിച്ചു മേടിച്ച ഒരു സംഗതിയാണ്. എനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ ഈ അംഗങ്ങളെ എല്ലാവർക്കും പരസ്പരം അറിയാം. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും പാവപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുകൂടി ചേർന്ന് ആ പരിചയം കൂടുതൽ പുതുക്കണമെന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ 32 അംഗങ്ങൾ ചേർന്ന ഒരു വലിയ സഭയാണ് ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. അതില് ഏറ്റവും ചെറുതായിട്ട് വൈസ്ലിംഗ് നമ്മളുടെ കിഷൻ ഹരി എന്ന നമ്മളുടെ കുഞ്ഞ് അംഗത്തെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വന്തം ഹരിയുടെയും റോഷന്റെയും രണ്ടാമത്തെ പുത്രനായ ഹരി 10ാം ക്ലാസ്സിൽ, കിഷൻ ഹരി, അതാണ് വേണ്ടത്, നിങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കിഷൻ ഹരി 10ാം ക്ലാസ്സിൽ ശോഭനയിൽ പഠിക്കുന്നു. അദ്ദേഹം ഈ വർഷം ഇവിടെ നിന്ന് 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടിയ മാർക്ക് വാങ്ങുന്ന ഒരു വിദ്യാർത്ഥി എന്ന നില അവാർഡുകൾ വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂടാതെ അദ്ദേഹം അതിന്റെ കൂടെ തന്നെ നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന സംഗീതത്തിലും അദ്ദേഹത്തിന്റെ ഗിത്താറിലും അങ്ങനെ മനോഹരമായ അദ്ദേഹത്തിന്റെ ഹോബീസ് വെച്ച് നമ്മളെല്ലാം ഇവിടെ പുളകം കൊള്ളിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം തോമസ് കുട്ടി, ഇമ്മാനുവൽ എന്ന ഒഫീഷ്യൽ നാമകരണം ചെയ്യപ്പെട്ട തോമസ് കുട്ടിയാണ്. നമ്മുടെ ഡെന്നിയുടെയും ജിൽസിയുടെയും രണ്ടാമത്തെ പുത്രനാണ്. ഒന്ന് എത്തിക്കണോ വേണോ? അദ്ദേഹം MA ഇന്റർനാഷണൽ സ്കൂളില് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അദ്ദേഹവും അടുത്ത വർഷം ഇവിടുന്ന് ട്രോഫി വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇദ്ദേഹം കലയോട് ചേർന്ന് വെക്കുമ്പോൾ അദ്ദേഹം സ്പോർട്സിനോട് ചേർന്ന് വന്നുകൊണ്ട് നമ്മുടെ തോമസ് അങ്കിളിന്റെ ഫുട്ബോൾ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കായികപരമായിട്ടുള്ള ഹോബീസിൽ മുന്നേറുന്ന വ്യക്തിത്വമാണ്. നിർഭാഗ്യവശാൽ അവർക്ക് ട്രഷറർ ഇല്ലാതായി പോയി. ലിങ്ക്സിന് ഓക്കെ, നമുക്ക് തൊട്ട് മുന്നേ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ലേഡീസ് വിങ്, മെനസ് വിങ് ആണ്. മെനസ് വിങ്ങിന്റെ പ്രസിഡന്റായിട്ട് നമ്മുടെ ഷാമി ആന്റിയാണ്. ഷാമി ഐസക് ഇവിടെ ഉണ്ടോ? വളരെ കാലം വൈസ്മെൻസ് കോതമംഗലത്തെ പല പൊസിഷനുകളിലും ചാർജുകളും ഏറ്റെടുത്ത് നമ്മുടെ കോതമംഗലം വൈസ്മെനെ വളരെ ഭംഗിയായിട്ട് പല മീറ്റിങ്ങുകളിലും പല ഇവന്റ്സിലും നമ്മളെ നയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അടുത്തൊരു വർഷം നമ്മളെ നയിക്കാൻ ഏറ്റവും പ്രാപ്തമായിട്ടുള്ള മെനറ്റ്സ് പ്രസിഡന്റാണ് ഷാമി ആന്റി. ഷാമി ആന്റിക്ക് സെക്രട്ടറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാനായിട്ട് സാധിക്കുമോ? ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ. നമ്മളുടെ വായന കൊണ്ടും ക്ലാസ് കൊണ്ടുമൊക്കെ നമ്മളെ ഓർമ്മയിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ നവോദയ ബുക്സിന്റെ അമരക്കാരി റെജിന സോയിയാണ് നമ്മുടെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അവരാ
പാരമ്പര്യം നിലനിർത്തുകയാണ്. ടീച്ചേഴ്സിന്റെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് ട്രഷറായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒന്നും കൊണ്ടും പറയില്ല, നമ്മുടെ സ്വന്തം ലവ്ലി ആന്റിയാണ്. ഇവരെല്ലാം ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് നമ്മളുടെ വൈസ്മെൻ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ഇവിടെ കോൺട്രിബ്യൂഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. കൂടാതെ ഈ പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതാർക്കെങ്കിലും ഗസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ നമുക്ക് മാസ്റ്റർ സെറമണി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേന്റെയാണ്. രാജു ആന്റിക്ക് രാഷ്ട്രീയ ഭാവിയുണ്ട്. കൈയൊക്കെ എല്ലാവർക്കും കൈയടിക്കാൻ ഒരു മടി പോരട്ടെ. നമ്മുടെ വൈസ് പ്രസിഡന്റ് പോലെ തന്നെ നമുക്ക് സെക്രട്ടറിക്ക് ഒരു ജോയിന്റ് സെക്രട്ടറിയും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മേരി ആന്റി, മേരി ജോസഫ് ആന്റി ഇതിനു മുന്നേയും നമ്മളുടെ പല പൊസിഷനിലും എടുത്ത് വ്യക്തിത്വം തെളിയിച്ച വ്യക്തിയാണ്. മെറിറ്റ്സ് അവരുടെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാംസ് ആണ് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് 3 പേരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലിസി ആന്റിയാണ് 1, 2 നമ്മളുടെ ചുറുചുറുക്കുള്ള നമ്മുടെ സ്വന്തം ജിൽസി ഡെന്നി, അതിൽ ചുറുചുറുക്കൂടെ നമ്മുടെ അലീന ബിബിൻ 3 പേരാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്. അടുത്ത ഒരു വർഷം പ്രോഗ്രാംസിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കൂടുതൽ വന്നാൽ നമ്മൾ കൈയടിക്കും. കൂടുതൽ കൈയടിക്കും. സമ്മാനം പരിപാടികൾ ഗംഭീരമാകുമ്പോൾ സമ്മാനം കൂമ്പാരമാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ സമ്മാനം പ്രസിഡന്റ് സണ്ണി സാറിനാണ് കൂടുതൽ ലയബിലിറ്റി വരുന്നത്. കൂടുതൽ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഇവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് മെൻസ് സൈഡിൽ നിന്ന് വലിയൊരു ടീംസ് വരുന്നുണ്ട്. അതില് ഞാനൊന്ന് പ്രോട്ടോകോൾ തെറ്റി വായിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ തവണ 2 വൈസ് ഗൈകളാണ് കേട്ടോളെ. 2 വൈസ് ഗൈകൾ. ഒരു വൈസ് ഗൈ ബേബി സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. 2 വൈസ് ഗൈകളാണ്. സാറിന്റെ സ്ഥിരം പോസ്റ്റ് മിക്കവാറും ഇവിടുന്ന് ഒഴിവായി പോകുന്നതായിരിക്കും. സാധാരണ സാർ വൈസ് ഗൈ എന്നുള്ള പോസ്റ്റ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത്തവണ നമ്മൾ ME ശശിചേട്ടനും ജി രാജു 2 പേരാണ് നമുക്ക് വൈസ് ഗൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരാളുടെ ഒഴിവിൽ അടുത്തയാൾ അത് കസറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വൈസ് ഗൈക്കുള്ള റൈറ്റ്സ് എല്ലാം ഇന്ന് നമുക്ക് ICA നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തരും. അവർ നമ്മളുടെ ക്ലബിനെ എങ്ങനെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. ഒരു കൊല്ലം ചെറുതായിട്ട് ഫൈൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നില്ലാതെ വരരുതെന്നൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് ബാബു സാർ ഈ തവണ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് ഈ തവണ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ട് 2 പേരാണ് ഇതവിടെ വന്നിരിക്കുന്നത്. മെൻസ് സൈഡിൽ നിന്ന് 1 സോയി ജോസഫ്, നമ്മുടെ സെറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ ഫുൾ ടൈമോടെ ഉണ്ടാവുന്ന നമ്മുടെ സോയി ചേട്ടനും, 2ാമത് കാനഡയിൽ നിൽക്കുന്ന MG കുര്യാക്കോസ്, അവിടെ നിന്നുള്ള സാറ്റലൈറ്റ് ഡയറക്ഷനിലൂടെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന MG കുര്യാക്കോസ്. 2 പേരാണ് നമുക്ക് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് വരുന്നത്. 1 പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റ്സ്. നമുക്ക് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഇതിന്റെ ഒരു മെയിൻ ഹാർഡ് കോഡ് കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രൊജക്ട്സുകൾ, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് 1 വൈസ്മൻ അവറാച്ചൻ PKയും 2 വൈസ്മൻ KP കുര്യാക്കോസും 3 ഡോക്ടർ റെജി വർഗീസ്. ഇങ്ങനെ 3 പേരാണ് മെൻസ് സൈഡിൽ നിന്ന്. മെറിറ്റ് സൈഡിൽ നിന്ന് പ്രൊജക്ട് കോർഡിനേഷനായിട്ട് വൈസ്മൻ മേരി വർഗീസും വൈസ്മൻ ശാന്ത മത്തായിക്കൊന്നും. അങ്ങനെ 5 പേരാണ് നമ്മൾ ഇത്തവണ പ്രൊജക്ട് കോർഡിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവര് അടുത്ത വർഷത്തെ പ്രൊജക്ട്സുകൾ വളരെ മനോഹരമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് കടക്കാം. ഇതിന്റെ അകത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജോയിന്റ് സെക്രട്ടറിമാരുണ്ട്. 2 പേര് നമ്മൾ വിട്ടുപോയി. വൈസ് പ്രസിഡന്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വൈസ്മൻ MS എൽദോസ് ആൻഡ് വൈസ്മൻ റോയ് M ജോർജ്. 2 പേരാണ് വൈസ് പ്രസിഡന്റ്മാർ. അതിൻ്റെ അകത്ത് നമ്മുടെ MS എൽദോസ് സാറിന് അഡീഷണൽ ഒരു ചാർജ് കൂടെ ഈ തവണ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ബുള്ളറ്റിൻ എഡിറ്റർ ആയിട്ട് കൂടി വർക്ക് ചെയ്യും. ഈ വർഷം നമുക്ക് നല്ല ബുള്ളറ്റിനുകളും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം എഴുത്തും വായനയും എല്ലാം തെളിവ് നമ്മളെ കരുത്ത് തെളിയിച്ച വ്യക്തിത്വമാണ്. ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് 2 പേരുണ്ട്. 1 നമ്മുടെ വൈസ്മൻ ജോസഫ് KV, 2 റെജി പൗലോസ്. 2 പേരും ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് നല്ലൊരു സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ടീമാണ് ഇതാണ് വന്നിരിക്കുന്നത്.
നമ്മുടെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം ഇവരെയൊക്കെ അഡ്വൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് അഡ്വൈസറായിട്ട് ഒന്ന് വൈസ്മിനിസ് ജെസി ബേബി ആൻഡ് വൈസ്മിനിസ് മേഴ്സി ഏലിയാസ്. അവരുടെ ഷാർപ്പ് ആൻഡ് ഷൂട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരെ ഇത്തവണ ചുറ്റിക്കറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവരുടെ മുകളിൽ ഒരാൾ അഡ്വൈസർ ആയിട്ടുണ്ട്, അത് നമ്മുടെ വൈസ്മൻ പ്രൊഫസർ ബേബി മറീസ് സാറാണ്. ഇവർ 3 പേരോടുകൂടി ഈ ടീമുകളെ മൊത്തം ഏറിൽ നിർത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട. നമുക്ക് വെറുതെ പുറകിലിരുന്ന് കൈയടിച്ചാൽ മതി, അവർ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊള്ളും. എന്നാൽ ഇവരുടെ ഈ ചക്രത്തിൽ കറങ്ങുന്ന 3 വ്യക്തിത്വങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഇതിന്റെ മെയിൻ ടീമംഗങ്ങൾ 3 പേരെ പരിചയപ്പെടുത്തിയില്ല. ഒന്ന് നമ്മുടെ ഖജാൻജിയായിട്ട് നമ്മളെ നയിക്കുന്ന നമ്മുടെ വൈസ്മൻ ഐസക് വർഗീസ് സാറ് നമ്മുടെ ഇപ്പോഴത്തെ ഖജാൻജി തന്നെയാണ്, ട്രഷറാണ്. അദ്ദേഹത്തെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ സൈഡിൽ നിന്ന് 2 കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം MA കോളേജിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ബോർഡില് ഓക്കെ. അദ്ദേഹം KICBയിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് റിട്ടയർഡ് ആയിരിക്കുന്നത്. അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുന്നത് ഷാമി ഐസക്. 2 പേരെയും കൂടെ അവരുടെ പ്രൊഫൈല് പരിചയപ്പെടുത്തിയാണ്. ഷാമി ഐസക്കിനെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. യാദൃശികമായിട്ട് അവർക്ക് 2 കുട്ടികളുണ്ടായി. അവർ 2 പേരും മാരീഡാണ്, വെൽ സെറ്റിൽഡ് ആണ്, ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉണ്ട്. അവര് വെൽ സെറ്റിൽഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ട്രഷറായിട്ട് വന്നിരിക്കുന്ന വൈസ്മൻ ഐസക് വർഗീസ് ആണ്. നല്ലൊരു കൈയടി കൊടുക്കുക. സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വൈസ്മൻ തോമസ് ഗേവിസ് സാർ. കാലങ്ങളായിട്ട് നമ്മുടെ വൈസ്മനിൽ കേൾക്കുന്ന ഒരു പേരാണ് മുപ്പറ എന്നുള്ളത്. മുൻ പ്രസിഡന്റ് എന്നുള്ള പേരിൽ അദ്ദേഹത്തെ ഷോർട്ട് ഫോമിലാണ് ആ പേരിൽ അറിയപ്പെടുന്നതിൽ 4 തവണ നമ്മുടെ വൈസ്മൻസ് കോതമംഗലത്ത് നയിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ തവണ നമ്മുടെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം കോതമംഗലത്ത് അറിയപ്പെടുന്ന ഒരു കല്ലിങ്കൽ ഫാമിലിയാണ്. അദ്ദേഹം റിട്ടയർഡ് ആയിരിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർഡ് ആയിരിക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ആരാണ്? മേരി വർഗീസ് നമ്മുടെ ഹോം മേക്കറാണ്. നമ്മളുടെ എല്ലാമായ മേരിയാനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. സ്വാഭാവികം 2 കുട്ടികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 2 പേരും 2 കുഞ്ഞാടുകൾ. മേരിക്ക് 2 കുഞ്ഞാടുകൾ. 2 പേരും വിവാഹിതരാണ്, വെൽ സെറ്റിൽഡ് ആണ്, ഗ്രാൻഡ് ഡോട്ടേഴ്സുമായിട്ട് അവര് സ്വസ്ഥം. ഇനി നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഐക്കോൺ ആയിട്ടുള്ള നമ്മളുടെ പ്രസിഡന്റാണ്. കാലങ്ങളായിട്ട് നമ്മളുടെ വൈസ്മെൻസ് ക്ലബ് കോതമംഗലത്തിന്റെ ഊടും പാവും അറിയാവുന്ന, അതുപോലെ തന്നെ അതിന്റെ റൂട്ടുകളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന വൈസ്മൻ സണ്ണി കെ തോമസ്. അദ്ദേഹം വൈസ്മന്റെ ഒട്ടുമിക്ക പദവികളിലും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. വൈസ്മെൻസ് പ്രസ്ഥാനത്തെ കുറിച്ച് അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ ഇതിനുവേണ്ടി പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ഗവർണർ ആയിട്ടുണ്ട്, LRD ആയിട്ടുണ്ട്, റീജിയന്റെ സെക്രട്ടറി ആയിട്ടുണ്ട്, ട്രഷറർ ആയിട്ടുണ്ട്. അങ്ങനെ പല പൊസിഷനുകളും അലങ്കരിച്ച് അതിലെല്ലാം അദ്ദേഹം വ്യക്തിത്വം തെളിയിച്ച വ്യക്തിയാണ്. നമ്മുടെ ഈ കൊല്ലത്തെ പ്രസിഡന്റ് ആവാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി അദ്ദേഹം തന്നെയാണ്. അദ്ദേഹവും നമ്മുടെ ഈ MA കോളേജിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അദ്ദേഹം റിട്ടയർഡ് ആയിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആണ്. കൂടാതെ വിവാഹം കഴിച്ചിരിക്കുന്നത് കോളേജിൽ നിന്ന് തന്നെയാണ്. സ്വാഭാവികം 2 കുട്ടികൾ അവർക്കും ഉണ്ടായി. യാദൃശികമായിട്ടല്ലല്ലോ, സ്വാഭാവികം അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉണ്ട്. അവര് സാറിന് അതിന്റെ വേറെ റോളൊന്നും ഇല്ല സാർ. ഓക്കെ. അപ്പോൾ ഈ ഒരു 32 ആൾക്കാരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പിനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതവണ പരിചയപ്പെടുത്തുന്ന വൈസ്മെൻസ് ക്ലബ് കോതമംഗലത്തിന്റെ 2025-26 വർഷത്തെ ടീം ലീഡറായ സണ്ണി കെ തോമസ് ആൻഡ് ടീമിനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. താങ്ക് യു.